ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ വളരെ കുറവാണല്ലേ. അമ്മയ്ക്കിപ്പം കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. അപ്പം എനിക്കും ജോലിയാണ്, എനിക്ക് സമയമില്ല. പിന്നെ അമ്മയ്ക്കും റെസ്റ്റ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര കഷ്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ഷോർട്സിൽ അങ്ങ് ഒതുക്കിയിരിക്കുകയാണ് വീഡിയോസൊക്കെ. എന്നാലും മാക്സിമം ലോങ് വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ. അപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് സപ്പോർട്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിരിക്കുന്നത്. അപ്പോൾ പിൻ ലെറ്ററൊക്കെ വന്ന് പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ ഡോളർ കയറാൻ തുടങ്ങി. എന്തായാലും അറിയാമല്ലോ എല്ലാവർക്കും $100 ആകുമ്പോഴേ അത് നമുക്ക് പിൻ വലിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ കാണുന്നവരൊക്കെ മിക്കവരും ചോദിക്കുന്നുണ്ട്, അക്കൗണ്ടിൽ പൈസ വരാൻ തുടങ്ങിയോ, ലക്ഷങ്ങളുണ്ടോ? അങ്ങനെ തമാശയ്ക്കാണ്, കളിയാക്കുന്നതാണ്, നമുക്കറിയാം നമ്മൾ വാരുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അക്കൗണ്ടിൽ പൈസ വരാൻ തുടങ്ങിയെന്നൊക്കെ മിക്കവരും ചോദിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ പൈസ വരാൻ തുടങ്ങി, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അത് $100 ആവണം, എന്നാലേ കിട്ടും. ഈ $100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വാച്ച് അവർ കയറുന്നതിനെക്കാട്ടി ഭയങ്കര പാടാണ് $100 ആവാൻ കേട്ടോ. ഭയങ്കര പാടാണ്. യൂട്യൂബേഴ്സ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഭയങ്കര കഷ്ടപ്പാട്. ഞാൻ ആദ്യം ഓർത്ത് വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡോളർ കയറിയാൽ മതിയല്ലോ, $100 ഉള്ളൂ, പെട്ടെന്ന് ഒരു വീഡിയോക്ക് ഇത്ര വെച്ച് കയറും. വെറുതെയാണ്, കയറത്തില്ല. എത്ര ഇപ്പോൾ ഷോർട്സൊക്കെ ഇപ്പം 5K 10K ഒക്കെ ഉള്ള ഷോർട്സിന് $1 കയറിയെന്ന് പറയും. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ വിഷയത്തിലോട്ട് തെന്നി മാറുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം ഞങ്ങളുടെ ചാനൽ, അപ്പോൾ എല്ലാവർക്കും അറിയില്ല, മോണിറ്റൈസേഷൻ ആദ്യം ആകണമെങ്കിൽ ആദ്യം വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവറും. പക്ഷെ ചിലരൊക്കെ ചോദിക്കുന്നു 3000 മതി എന്നാണല്ലോ പറയുന്നത്. 3000 മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ് 3000 വാച്ചവർ കാണിക്കുന്നത് വേറൊന്നുമല്ല, അത് സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കർ അങ്ങനെയുള്ളതൊക്കെ ഇതാവാൻ വേണ്ടിയാണ്, ഓപ്പൺ ആകാൻ വേണ്ടിയാണ് 3000 വാച്ചവർ. പക്ഷെ നമുക്ക് അത് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണക്കാർക്ക് 4000 വാച്ചവർ കംപ്ലീറ്റ് ആകുന്നത് തന്നെയാണ് നല്ലത്. അതായാലേ നമ്മുടെ ചാനലിൽ പരസ്യം വരത്തുള്ളൂ. പരസ്യം വന്നാലേ നമുക്ക് കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് 3000 വാച്ചവർ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ 3000 ആയല്ലോ, രക്ഷപ്പെട്ടല്ലേ, സൂപ്പർ താങ്ക്സും അതൊക്കെ ഓണായി, ഇപ്പോൾ പെട്ടെന്ന് കയറും. വെറുതെ അതൊന്നും അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ആദ്യം 3000 വാച്ചവർ കംപ്ലീറ്റ് ആകുമ്പം നമുക്കൊരു മെയിൽ വരും. യൂട്യൂബ് നമുക്കൊരു മെയിൽ അയക്കും, എന്നൊക്കെ പറഞ്ഞേക്കാം മെയിൽ കേട്ടോ. അങ്ങനെ ഒരു മെയിൽ വരും. അപ്പോൾ നമ്മുടെ സൂപ്പർ താങ്ക്സും അതൊക്കെ ഓണാവും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ 4000 വാച്ചവർ കംപ്ലീറ്റ് ആകുമ്പം ആദ്യം നമുക്ക് അവർ അപ്ലൈ ആവുമെന്നും പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. 1000 സബും 4000 കംപ്ലീറ്റ് ആകുമ്പോൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പാണ് ആദ്യം തന്നിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻ. അതെടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെ ആയി, ടിക്ക് വേണം, പച്ച ടിക്ക് വേണം. രണ്ടാമത്തെ സ്റ്റെപ്പ് സൈൻ ഫോർ ആഡ്സെൻസ് അക്കൗണ്ട്. അപ്പം നമ്മളൊരു ആഡ്സെൻസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മുമ്പ് യൂട്യൂബുള്ളവർക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് വരെ ഇതൊക്കെ അറിയാം. നമ്മൾ പറയുന്നവർ വെറും മണ്ടന്മാരാണ്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആഡ്സെൻസിൽ നമ്മൾ അക്കൗണ്ട് എടുക്കണം എന്നതാണ്. അപ്പോൾ നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അതിൻ്റെ താഴെ സൈൻ ഫോർ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും. യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂട്യൂബേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഞാനും അതുപോലെ ഫോണിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ജെ4ടെക് എന്നല്ല, ജെ4ടെക് എന്ന് പറയുന്നൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. ആ ചേട്ടൻ ഇച്ചിരി ഫേമസ് ആണ്. അപ്പോൾ ആ ചേട്ടനോടാണ് ഞാൻ ഡൗട്ടൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ആ ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ചേട്ടൻ എനിക്ക് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, എത്ര വീഡിയോ കണ്ടിട്ടും ചിലതൊക്കെ നമുക്ക് നല്ല ഡൗട്ടുണ്ട്, ചിലതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചിലതൊക്കെ ഇതായിട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ പറയാം, എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മളങ്ങനെ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ പറയും അത് ഗ്രീൻ ടിക്ക് വീണമെങ്കിൽ 2-3 ആഴ്ച എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓരോന്നൊക്കെ ഒരു ചെക്ക് ചെയ്ത് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ എനിക്കത് 24 മണിക്കൂറിനുള്ളിൽ അത് ടിക്ക് വീണ്. അപ്പോൾ ഒരു ആശ്വാസം, സമാധാനം. അത് കഴിഞ്ഞ് പിന്നത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളല്ല, അത് യൂട്യൂബ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ചാനൽ ഫുൾ അവർ റിവ്യൂ ചെയ്യും. അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, മറ്റേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ്, അങ്ങനത്തെ കുറേ. അപ്പം ഞാനോർത്ത് കോപ്പിറൈറ്റ് ഇതൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ, അതൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഞാൻ പിന്നെ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായത് റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടത്തില്ലെന്നാണ്. അതായത് റീയൂസ്ഡ് കണ്ടൻറ് നമ്മുടെ ചാനലിൽ കാണിക്കത്തില്ല. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ
ഒരു വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബിലോട്ട് ഇടുവാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻറ്റാണ്. പിന്നെ നമ്മൾ ചെറിയ എഡിറ്റിംഗ് ഒക്കെ വരുത്തിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പക്ഷേ അത് റീയൂസ്ഡ് കണ്ടന്റ്, അങ്ങനത്തെ കണ്ടൻറ്റൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു പേടി, എങ്ങാനും എവിടുന്നെങ്കിലും ഉണ്ടോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഞാനങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ ഒന്നും പൊതുവെ അങ്ങനെ ഇടാറില്ല, എങ്കിലും എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതും കുറച്ച് ദിവസത്തിനുള്ളിലേ ആകത്തുള്ളൂ എന്നാണ് പറഞ്ഞു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്കും അത് 24 മണിക്കൂറിനുള്ളിൽ അത് ഓക്കെ ആയി. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ഭയങ്കര ആശ്വാസം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടെ ഡോളറിൻ്റെ സിമ്പൽ വന്ന്, അയ്യോ അന്ന് ഓർത്ത് വയ്ക്കേ ഡോളറിൻ്റെ സിമ്പൽ വന്ന് കുറവ്. ഞാൻ പിന്നെ ആരായി, ഞാനൊരു യൂട്യൂബറായി. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴല്ല നമ്മൾ യൂട്യൂബർ ആകുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാണ് നമ്മൾ ശരിക്കും യൂട്യൂബറായി എന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ശരിക്കും ഞാനിപ്പോൾ ഒരു യൂട്യൂബറാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇടം വരെ പറഞ്ഞു ഞാനെന്താ ഇങ്ങനെ. അത് കഴിഞ്ഞ് നമ്മുടെ ആഡ്സെൻസിലോട്ട് നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഡോളർ കയറണം. ഇതുവരെ ചെയ്തത് വീഡിയോ പോയെന്നല്ല, ഇതുവരെ നമ്മൾ വീഡിയോസ് ചെയ്ത്, പക്ഷേ ഇതുവരെയുള്ള എല്ലാം എടുക്കുന്നത് ഇന്ന് തൊട്ട്. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയല്ലോ, ഡോളർ സിമ്പൽ വന്ന് ഇന്ന് തൊട്ട് നമ്മുടെ വീഡിയോസ് ആരൊക്കെ കാണുന്നു, പരസ്യം, ഈ പരസ്യത്തിനാണ് കുഞ്ഞുണമെന്ന് തോന്നുന്നു, സോറി കൊച്ചുണെന്ന്. അപ്പോൾ അവർ നിൽക്കാൻ പറ്റും, കുഞ്ഞിനെ അമ്മയുടെ തേപ്പിച്ചിട്ടാണ് പോയി. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുമോ അവനെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുവാ, അപ്പം നമ്മുടെ ഇനി മുതലുള്ള വീഡിയോസിന് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എനിക്ക് എല്ലാം തിരിഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ ഒരു ഗതികേട് ഓർക്കണം. അപ്പം ഇതുവരെയുള്ള വീഡിയോസ്, ഇനി നമ്മൾ കാണുന്ന വീഡിയോസിനാണ് ഡോളർ കയറി തുടങ്ങുന്നത്. അങ്ങനെ ഡോളർ കയറി തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഭയങ്കര പാടായിരുന്നു ഡോളർ കയറാൻ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഡോളർ കയറുന്നത്. ആഡ്സെൻസിലോട്ട് കയറണമെങ്കിൽ ഇപ്പം ഇന്നിപ്പം ഉണന്നാ പിന്നെ അവൻ ഉണന്ന്. അപ്പം ചെറുതായിട്ട് എൻ്റെ പൊസിഷനൊന്ന് മാറ്റേണ്ടി വന്നു. അപ്പുറത്തിരുന്ന് എടുത്തത് വെട്ടമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പുറത്തോട്ട് വന്ന്. ഇതാകുമ്പോൾ അവനെ എണീക്കുമ്പോൾ അറിയാമല്ലോ, നാളെ നല്ല ഉറക്കമാണ്. ആഡ്സെൻസിലോട്ട് കയറണമെങ്കിൽ 10-ാം തീയതി ആവും. എല്ലാ മാസവും 10-ാം തീയതിയാണ് കയറുന്നത്. ആദ്യത്തെ മാസമൊന്നും എനിക്ക് $1 പോലും കയറിയിട്ടില്ല. 0.0 എത്രയോ ഡോളർ കയറിയിട്ടുള്ളായിരുന്നു. അപ്പോൾ 0. എത്രയോ ഡോളറെ കയറിയിട്ടുള്ളായിരുന്നു. അത് യൂട്യൂബ് ആഡ്സെൻസിലോട്ട് കയറാൻ തുടങ്ങി. ആഡ്സെൻസിലോട്ട് ഡോളർ കയറാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒരു $3 കഴിയുമ്പം നമുക്ക് ടാക്സ് ഇൻഫർമേഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അത് എല്ലാം അറിയാവുന്നവരുടെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരുമ്പോൾ മൊത്തം കുളവുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് എങ്ങനെ മോണിറ്റൈസ് ആയി എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം എൻ്റെ ആദ്യമൊന്ന് ക്യാൻസൽ കണക്കായതായിരുന്നു. പിന്നെ ഞാനത് റീഅപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ഓക്കെ ആയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അറിയാവുന്നവരുടെ ചാനലൊക്കെ കണ്ടെന്നിട്ട് എനിക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ജെഫോടെക്കിലെ ചേട്ടനെ കോൺടാക്ട് ചെയ്ത്, അപ്പോൾ ആദ്യം ചെയ്ത് വന്നപ്പം ഞാനത് എന്തൊക്കെയായിരുന്നു ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. എനിക്കാദ്യം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ക്യാൻസൽ കണക്ക് കാണിച്ചപ്പോൾ ഞാൻ പിന്നെ അപ്ലൈ ചെയ്തപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു റീഅപ്ലൈ ചെയ്യാൻ പറഞ്ഞു. റീഅപ്ലൈ അല്ലടാ, റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. റിക്വസ്റ്റ് ഫോം കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അവർ റിവ്യൂ ചെയ്ത് അപ്പം പിന്നെ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാട്ടോ ഒരുപാട്, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഒരുപാട് എല്ലാം പറഞ്ഞിരുന്നു, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇങ്ങനെയുള്ളവരൊക്കെ നല്ലതാണ് കേട്ടോ. ചിലരോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെയൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ എപ്പോഴും സംശയം, എപ്പോഴും ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചേട്ടൻ എന്തായാലും നല്ല രീതിക്ക് തന്നെ മറുപടി പറയും. എനിക്ക് വന്ന ടാക്സ് ഇൻഫർമേഷനാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വന്നത് ID വെരിഫിക്കേഷനാണ്. അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇത്ര ദിവസത്തിന് ശേഷം നമ്മുടെ ID വെരിഫിക്കേഷൻ വരും. എനിക്കാണെങ്കിൽ പാൻ കാർഡ് ഇല്ലായിരുന്നു. അപ്പോൾ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പിന്നെ ആധാർ കാർഡ് എടുക്കത്തില്ല. അപ്പം നമുക്ക് പാൻ കാർഡാണ് മെയിൻ, എല്ലാവരും പാൻ കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ പാൻ കാർഡ് കൊടുത്ത് നമ്മൾ ID വെരിഫിക്കേഷൻ ചെയ്യണം. പാൻ കാർഡ് കൊടുത്ത് ID വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി, അതും ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പിൻ നമ്പർ അയക്കാൻ വേണ്ടി പിൻ നമ്പർ അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നമുക്കൊരു മെയിൽ വരും. അപ്പം മെയിൽ ഞാൻ കൊടുത്തേക്കാം. ആ മെയിലിലോട്ട്
അപ്പോൾ നമുക്ക് പിൻ നമ്പർ കിട്ടും. ചിലർ പറയും 1 മാസത്തിനുള്ളിലാണ് കിട്ടുന്നത്, ചിലർ പറയും ചിലർക്ക് കിട്ടിയിട്ടില്ല, കാരണം അഡ്രസ്സ് കറക്റ്റ് അല്ലെങ്കിൽ കിട്ടത്തില്ല. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം എൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ അഡ്രസ്സാണ് പാൻ കാർഡിലൊക്കെ, എങ്കിലും അതിന് മുമ്പ് വരെ എൻ്റെ സ്വന്തം വീട്ടിലെ അഡ്രസ്സ് ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, വരുമോ ഇല്ലയോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഒരു 10-15 ദിവസത്തിന്, 1 മാസമൊന്നും എനിക്കെടുത്തില്ല, 10-15 ദിവസത്തിനുള്ളിൽ എൻ്റെ പിൻ നമ്പർ വന്നു. അതാണ് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 15 ദിവസത്തിനുള്ളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനൊരു ലെറ്ററാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ പിൻ നമ്പർ ഉണ്ടാകും, നമ്മുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പിൻ നമ്പറുണ്ട്. അപ്പോൾ ഈ നമ്പർ അടിച്ചു കൊടുക്കുമ്പം നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിലില്ല, അത് നമ്മുടെ ബ്രാഞ്ചിൽ പോയി കളക്ട് ചെയ്യുക, കൊടുക്കുക. അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ 3/4 ഭാഗത്തോളം പരിപാടി 3/4 ഭാഗമുള്ള മുഴുവൻ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട വീഡിയോ ഇടുക, ഡോളർ കയറുക, അത്രേ ഉള്ളൂ. $100 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരും. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല, പക്ഷെ അക്കൗണ്ടിൽ പൈസ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കയ്യിൽ പൈസ കിട്ടാത്തതിൻ്റെ കാരണം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇപ്പോൾ ഉഴപ്പാണ്. ഇപ്പോൾ ഷോർട്സാണ് എടുക്കുന്നത്. ഷോർട്സിനെക്കാട്ടി കൂടുതൽ വീഡിയോയ്ക്ക് ഡോളർ കയറുന്നത് ലോങ് വീഡിയോയ്ക്കാണ്. നമ്മൾ ലോങ് വീഡിയോ ഇപ്പം 2 ദിവസം കൂടുമ്പോഴൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് വാച്ച് അവറൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയത്. പക്ഷേ ഇപ്പം ഇല്ല, ഇപ്പം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമമാണ് എനിക്ക്, ഭയങ്കര മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് ഇത്ര എത്തിച്ചിട്ട് നമുക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ. പിന്നെ തട്ടിക്കൂട്ടി നമുക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഡെയിലി വ്ളോഗൊന്നും കാണാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. നമ്മുടെ വ്യൂസ് നോക്കിയാൽ ഡെയിലി വ്ളോഗ് ഇപ്പോൾ ആർക്ക് വേണം, അതൊന്നും വേണ്ട. എല്ലാവർക്കും കണ്ടൻറ്റ്, നല്ല നല്ല കണ്ടൻറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ താല്പര്യം. അതുകൊണ്ടാണ് കൂടുതലും ഡെയിലി വ്ളോഗ് ഇട്ട് വെറുതെ എന്തിനാണ്, എൻ്റെ സമയവും പോവും, ആരും കാണത്തില്ല, വെറുതെ എന്തിനാണെന്ന് ഓർത്തിട്ടാണ് അതൊന്നും ഇടാത്തത്. പക്ഷേ ഇനി മുതൽ ഇടണം. അപ്പോൾ അമ്മ ഇന്ന് പറഞ്ഞ് ഡെയിലി വ്ളോഗൊക്കെ ഇട്. അങ്ങനെ സ്റ്റോറേജ് ഫുള്ളായി. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമിലെടുത്ത വീഡിയോസാണ്, അപ്പം വലിയ ക്ലാരിറ്റി കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതെൻ്റെ ഫോണാണ്. ചേട്ടൻ്റെ ഫോണിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത്രയും പറയാനാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഡോളർ കയറുക, പിൻവലിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി നല്ല നല്ല വീഡിയോസ് ഇടുക. പുതിയ യൂട്യൂബേഴ്സിനോട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഉറപ്പായിട്ടും മോണിറ്റൈസ് ആവും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല നല്ല വീഡിയോസ് ഇടുക, എന്നെപ്പോലെ തട്ടിക്കൂട്ടിയുള്ള വീഡിയോസ് ഇടുക, നല്ല നല്ല വീഡിയോസ് ഇടുക. എന്നെപ്പോലെ ഒരു മടിച്ചിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയാൽ എന്താ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരും. എനിക്കൊരു മടിയില്ല പറയുന്നതിന്, എത്ര വേണമെങ്കിലും പറഞ്ഞുതരാം. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുക. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കട്ടെ. ബായ്.